മലയാള സിനിമയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയായി മാറിയിരിക്കുന്ന വ്യക്തിയാണ് മീനു മുനീർ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഞെട്ടിക്കുന്ന പല ആരോപണങ്ങളും പറഞ്ഞുകൊണ്ടാണ് മീനു എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മീനുവിനെ വിമർശിച്ചുകൊണ്ട് ബീന ആന്റണിയുടെ ഭർത്താവായ മനോജ് രംഗത്ത് വന്നിരുന്നു. മനോജിന്റെ മനൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഈ ഒരു വിമർശനം നടന്നത്. ഇതിന് മറുപടിയുമായി മീനു മുനീർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഇതിന് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: ചീറിക്കോടിപ്പോയിട്ടും പഠിച്ചില്ല, ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുത്തത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവ് ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം, നമുക്ക് കാശ് കിട്ടിയാൽ മതി. മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം, ഇതൊന്നും പൊതുവെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ഇതൊക്കെ പറയാൻ ഇവന് എന്ത് യോഗ്യത, അവന്റെ ഭാര്യ പത്തരമാറ്റ തങ്കം എന്ന്. ഇത് കാണുമ്പോൾ അറിയാം, സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു. ചേട്ടൻ ആരെയോ പേടിക്കുന്നു. ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയല്ലേ. നാളെ ഇവന്റെ പേര് ആരേലും പറഞ്ഞ ആരും വിശ്വസിക്കരുതെന്ന് മുൻകൂർ ജാമ്യം. ഇവന്റെ സീരിയൽ നടിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ്. യോധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല, വേണമെങ്കിൽ വീഡിയോ ഇടാം. സത്യത്തിൽ സ്ത്രീകൾക്ക് ഈ നിയമത്തിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അവർക്ക് ആ ഒരു ഇത് വെച്ച് ഇവർക്ക് കത്തിക്കയറുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇവർ പറയുന്നതിലൊന്നും ഒരു വിശ്വാസം നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു വേശ്യയാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്ത്രീ ആയ പോലും അവർക്ക് നേരിടുന്ന അനീതി അല്ലെങ്കിൽ ആക്രമണം ഇതൊക്കെ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ അറിയണം, അതൊക്കെ അന്വേഷിക്കണം, കേസെടുക്കണം. അതൊന്നും ചെയ്യാൻ പാടില്ല. അവരങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. എങ്കിലും ഇവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരിടത്ത് എന്താ പറയുക, നമ്മുടെ കാലിൽ തീട്ടം പറ്റുമെങ്കിൽ ആ വഴിക്ക് പോകരുതെന്ന് പറയുന്ന പോലെ, നമുക്കത് ചവിട്ടാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോവുകയല്ലോ. ഇവർ പിന്നെയും അവിടെയൊക്കെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത്. ബാലചന്ദ്ര മേനോന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പല പ്രാവശ്യം അയാളുടെ മുറിയിലോട്ട് പോയെന്ന് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ ചാനലിൽ കൊണ്ടിരുത്തി ഇവരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേൾപ്പിക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ.